കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സി അച്യുതമേനോന്റെ ഓർമ്മദിനമാണിന്ന്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണ നിപുണതയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ആൾരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും അടിയന്തരാവസ്ഥ കാലം ഏൽപ്പിച്ച കരിനിഴൽ ആ വ്യക്തിപ്രഭാവത്തിന് മേൽ മങ്ങലേൽപ്പിച്ചതിന് കാലം സാക്ഷിയാണ്. തൃശൂരിന്റെ നന്മയും ശുദ്ധതയും കൈമുതലായുള്ള നേതാവ്. മുന്നിലെത്തുന്നവരെ ചേർത്തു നിർത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കാണുന്നതിൽ ഒരു പ്രത്യേക നൈപുണ്യമുണ്ടായിരുന്നു ചേലാട്ട് അച്യുതമേനോന്. CMS സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ സഹജീവി സ്നേഹത്തിലൂടെ സഹപാഠികളുടെ ഇടയിൽ പേരെടുത്തിരുന്നു അച്യുതമേനോൻ. സ്കൂൾ അവസാന വർഷ പരീക്ഷയിൽ അന്നത്തെ കൊച്ചി സംസ്ഥാനത്തെ ഒന്നാമനായി ജയം. ഇന്റർമീഡിയറ്റിൽ റാങ്കും സ്കോളർഷിപ്പും. മദ്രാശി സർവകലാശാലയിലും ഈ ജയം തുടർന്നു. അഭിഭാഷകനായി ജോലി തുടങ്ങിയ അച്യുതമേനോൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നത് സ്വാതന്ത്ര്യ സമരകാലത്താണ്. കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു മുഖമുദ്ര. അടിസ്ഥാന വർഗത്തിന്റെ വേദനയും നോവും അവരവരുടേത് കൂടിയാകുന്ന കമ്മ്യൂണിസത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ ഏറെയുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊർജം പകർന്നുകൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ധനമന്ത്രിയായി, തുടർന്ന് രാജ്യസഭയിൽ, വീണ്ടും കേരളത്തിലേക്ക്, അതും 2 തവണ മുഖ്യമന്ത്രി പദത്തിൽ. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന രാഷ്ട്രീയ മാറ്റത്തിൽ ആ പേര് ഏറെ പഴി കേൾക്കേണ്ടി വന്നു. ഭൂപരിഷ്കരണ നിയമവും ലക്ഷം വീട് പദ്ധതിയും ആവിഷ്കരിച്ച നേതാവിനെ കാലം എന്തുകൊണ്ടോ ചേർത്ത് കെട്ടിയത് അടിയന്തരാവസ്ഥയ്ക്കൊപ്പമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ കറുത്ത ഏടുകളിലൊന്നിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേര് ബോധപൂർവം എഴുതി ചേർക്കപ്പെട്ടു. ചേലാട്ട് അച്യുതമേനോനെ ചേലില്ലാത്തത് കാട്ടിയാല് ചേലാട്ടേക്ക് മടക്കൂല എന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ്. കേരളത്തിന്റെ തെരുവീഥികൾ ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തു. അതിന്റെ തുടർച്ചയായി കേരള രാഷ്ട്രീയത്തിൽ അടിയന്തരാവസ്ഥയുടെ മുഖമായി കെ കരുണാകരനൊപ്പം അച്യുതമേനോന്റെ പേരും രേഖപ്പെടുത്തപ്പെട്ടു. CPI-CPM അഭിപ്രായ ഭിന്നതയുടെ പേരിൽ കാലം പോലും മാപ്പ് കൊടുക്കാത്ത തരത്തിലേക്ക് ആ പേര് വലിച്ചിഴക്കപ്പെട്ടു. രാഷ്ട്രീയ സമവാക്യങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റിമറിക്കപ്പെട്ടു. ഒപ്പം നിന്നവർ ഒറ്റുകാരായതിനും ഒറ്റുകാർ ഒറ്റക്കെട്ടായതിനും രാഷ്ട്രീയം സാക്ഷിയായി. എന്നിട്ടും രാഷ്ട്രീയ കൂട്ടുകച്ചവടത്തിൽ അന്ന് കോൺഗ്രസിനൊപ്പം നിന്നു എന്നതിന്റെ പേരിൽ ഇന്നും അച്യുതമേനോന്റെ പേര് വലിച്ചിഴക്കപ്പെടുന്നത് രാഷ്ട്രീയ ധാർമ്മികതയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.